അമികയാണ്. ഞാൻ കോയമ്പത്തൂര് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സ്റ്റുഡന്റ് ആണ് അമിക. അപ്പൊ അമിക ഇവിടെ ഇപ്പൊ എന്തോ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റ് നടക്കുന്നതിടയിൽ ഞാൻ റെയർ ആയിട്ട് കിട്ടിയ ഒരു സ്റ്റുഡന്റ് ആണ് അമിക. അമിക ഏത് കോഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ്. അപ്പൊ ഓക്കെ, അമിക ഇപ്പൊ ഇവിടെ ഏത് ഇയർ ആണ്? ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, എങ്ങനെയുണ്ട് കോളേജൊക്കെ? കോളേജൊക്കെ അടിപൊളിയാണ്, നന്നായി പഠിപ്പിക്കും, എപ്പോഴെപ്പോഴും ടെസ്റ്റുകളുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ടെസ്റ്റ് വരാൻ പോവാണ് മൺഡേ. അങ്ങനെ ടെസ്റ്റുകൾ നിറച്ചുണ്ട്. ഇവരെങ്ങനെ എടുത്തുകൊണ്ട് തന്നെ ഒപ്പം റിവിഷൻ ചെയ്യുന്ന പോലെയാണ്. പിന്നെ സ്പോർട്സ് ആണെങ്കിലും ഇങ്ങനെ കൾച്ചേഴ്സ് അതൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോ ഒരു പരിപാടി നടന്നു, ഇനി നാളെയുണ്ട്. അങ്ങനെ നല്ല ഓക്കെ. ഓൾറെഡി അമികയുടെ പ്രോഗ്രാം ഞാൻ കണ്ടു. ഞാൻ വരുന്ന വഴിക്കാണ് ഞാൻ കണ്ടത്. അടിപൊളിയായിരുന്നു. അപ്പം ആ ഒരു കോസ്റ്റ്യൂമിൽ കണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചതാണ്. അപ്പം നമ്മുടെ മലയാളി സ്റ്റുഡന്റ് തന്നെയാണ്. അമികയുടെ സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം തൃശ്ശൂര് കുന്നംകുളം. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയായി കോളേജിനെ കുറിച്ച് അറിഞ്ഞേ? ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വഴിയാണ് കണ്ടത്, ഇങ്ങനെ വന്നതാണ്. ഓക്കെ. അപ്പൊ പുള്ളിക്കാരിയും ഇതുപോലെ കോളേജിനെ കുറിച്ചുള്ള ഓവറോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ആ ഒരു വൈബ് ഇഷ്ടപ്പെട്ട് ഇവിടെ കയറിയതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പം ആ ഒരു എക്സ്പെക്ടേഷന് വന്ന് റിയാലിറ്റിയിലോട്ട് വരുമ്പോ ഒരു തമിഴ് കോളേജ് ആണല്ലോ ഇത്. അപ്പൊ മലയാളി സ്റ്റുഡൻസിനൊക്കെ പേടിയാണ് ഇവിടെ ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. ഇവർക്ക് നമുക്ക് ഭാഷ ഫസ്റ്റിലൊന്നും എനിക്ക് തമിഴ് മനസ്സിലായിരുന്നില്ല. പക്ഷെ ടീച്ചേഴ്സൊക്കെ ഇംഗ്ലീഷിൽ നന്നായി മനസ്സിലാക്കുന്ന വിധത്തിലാണ് സാറാണെങ്കിലും എടുത്തുതരാം ക്ലാസ്. പിന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണെങ്കിലും മലയാളി സ്റ്റുഡൻസാണ് കൂടുതലും. തമിഴ് സ്റ്റുഡൻസ് ആകെ 5-10 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ സുഖമാണ്. ഓക്കെ. അപ്പൊ പിന്നെ ഇപ്പൊ എല്ലാ സ്റ്റുഡൻസും ഇത് തന്നെയാണ് പറയുന്നത്. വരുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് പേടിയാണ്, മലയാളി ആയതുകൊണ്ട് ഇവിടെ വരുമ്പോ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ലാംഗ്വേജ് എന്നെ കൊണ്ട് ഇതാക്കാൻ മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. അപ്പം അമിക എന്ന് പറയുമ്പോഴത്തേക്കും അതേ സെയിം എക്സ്പീരിയൻസ് ആ ഒരു ഇതിൽ വന്നതാണ്. ബട്ട് ഇവിടെ വന്നപ്പോ ഇപ്പൊ കുഴപ്പമില്ല, അവരുടെ ലാംഗ്വേജ് ഒക്കെ പഠിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ മലയാളികൾ എവിടെ പോയാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ്. പിന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ ഫുഡും നല്ലതാട്ടോ. ഹോസ്റ്റലിലാണ്. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഹോസ്റ്റലൊക്കെ? ഹോസ്റ്റല് ഇപ്പൊ ഞങ്ങൾ ഡോമിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇനി ബിൽഡിംഗ് ആണ് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലേക്ക് മാറും. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ റൂമിൽ 12 പേരുണ്ട്. എന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇപ്പൊ അവിടെ നടക്കണത്. കുഴപ്പമില്ല. ഫുഡ് മലയാളി ഫുഡുണ്ട്, തമിഴ് ഫുഡുണ്ട്. അപ്പൊ മലയാളം ഫുഡ് നമ്മുടെ സാധാ നമ്മുടെ ചോറ് തന്നെ. മലയാളി ഫുഡ് കഴിക്കുന്നവരെ ഇഷ്ടം കുറെ പേരുണ്ട്. എന്നാലും ഞങ്ങൾ തമിഴ് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. രസമുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഈ ഞാനൊക്കെ കേട്ടേക്കണത് തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ പൊന്നിയേരി കഴിക്കാൻ പറ്റില്ല. പക്ഷെ കഴിക്കാൻ പറ്റില്ല, നല്ല രസമുണ്ട്. പിന്നെ ചായക്ക് കടിയുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ? ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? അധികമല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. അധികം ആണല്ലേ? ഇവിടെ തന്നെയാണല്ലേ? അപ്പൊ ബോയ്സിന്റെ ഹോസ്റ്റലോ? ബോയ്സിന്റെ ഹോസ്റ്റലിൽ ഫസ്റ്റ്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗേൾസ് ഹോസ്റ്റൽ. അധികമൊന്നുമില്ല. പിന്നെ സെക്യൂരിറ്റീസ് ഉണ്ട്. നമുക്ക് ടൈമിംഗ് ഒന്നും ഇല്ലല്ലോ? ഉണ്ട്. ഞങ്ങൾക്ക് ഔട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ മീൻസ് ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സിന് ഔട്ടിംഗ് ഇല്ലാന്ന് പറഞ്ഞിരിക്കണത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ പുറത്തേക്ക് പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ ഇതുണ്ട്. പക്ഷെ പുറത്തേക്ക് പോവേണ്ട ഇതുണ്ടോ? മീൻസ് ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. ഇവിടെ സ്റ്റോർ ഉണ്ട്. നമുക്കിപ്പോ ആവശ്യത്തിന് ഗേൾസ് ആയതുകൊണ്ട് പാഡ് അങ്ങനത്തെ കുറെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെ ക്യാൻറ്റീൻ ഉണ്ട്. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണമെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നത് ക്യാൻറ്റീൻ. ഓക്കെ. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ മൊത്തത്തില് എന്താ പറയാ, ഈ കോളേജിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നിലവിലുള്ള എക്സ്പീരിയൻസ് മൊത്തത്തിൽ? നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ കോളേജിൽ വന്ന് നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ നല്ല രീതിക്ക്. എല്ലാം ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും ഈ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ സഹകരിക്കുന്നുണ്ട്. ടീച്ചേഴ്സും അതെ നന്നായിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. സാറുമാരാണെങ്കിലും നല്ല കോളേജ്. ഓക്കെ. അപ്പൊ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? ഈ കോഴ്സ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല, ചുമ്മാ ഒരു റാങ്ക് ആയി പോയപ്പോ നോക്കി. അപ്പൊ എല്ലാരും പറഞ്ഞു ഫിസിഷ്യൻ അസിസ്റ്റന്റ്. അങ്ങനെ അധികം ആൾക്കാർ ചൂസ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കോപ്പ് വരുമല്ലോ, അത് ചൂസ് ചെയ്തതാണ്. അങ്ങനെ ചൂസ് ചെയ്ത ഒരു ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ആയി നിൽക്കാലോ. അപ്പൊ നമ്മള് MBBS എടുത്തില്ലെങ്കിൽ എന്താ, നമുക്ക് ഡോക്ടറിന്റെ അതേപോലെ നിൽക്കാം. അപ്പം ഇവിടുത്തെ ട്രാവലിംഗ് മെത്തേഡ് ഒക്കെ ഒന്ന് പറയോ? ഞാന് ഇപ്പൊ ഇവിടെ രാത്രി പോവാട്ടോ നമുക്ക്. അതായത് എനിക്ക് 4 hours ഉണ്ടാവും തൃശ്ശൂർക്ക് എത്താൻ. അതായത് കോയമ്പത്തൂരിന്ന് ഡയറക്റ്റ് കുന്നംകുളത്തേക്ക്. ഞാൻ ഇപ്പൊ ഗുരുവായൂർക്കൊക്കെ ഡയറക്റ്റ് പോവാണ്, ബസ് ഉണ്ട്. അങ്ങനെ പോവാ.
അപ്പൊ നമുക്ക് സ്റ്റോപ്പിലൊന്നും ഇറങ്ങണ്ടല്ലോ, ഡയറക്റ്റ് ഉണ്ട് ബസ്സുകള്, അന്ത്യോളുണ്ട്. പിന്നെ ഈ കുറുമ്പപ്പാളയത്ത് നിന്ന് ഗാന്ധിപുരത്തേക്ക് ഒരു 45C പറഞ്ഞ ബസ് ഉണ്ട്, അതും ഇങ്ങനെ. പിന്നെ ഒരു പിങ്ക് ബസ് ഉണ്ട് 45, അത് ഗവൺമെന്റ് ബസ്സാണ്, ഇതിൽ പൈസ കൊടുക്കട്ട സ്റ്റുഡൻസിന്. ഇവിടെ കോയമ്പത്തൂരിന്റെ ഇതിൽ എന്ന് പറഞ്ഞ പിങ്ക് ബസ്സിൽ നമ്മള് ഗേൾസിന് അല്ലെ ഫ്രീ ആണ്, ഫ്രീ ബസ്സാണ്. ഓക്കെ. ഇപ്പൊ ഇതൊക്കെയാണ് അമികയുടെ ഓവറോൾ എക്സ്പീരിയൻസ്. ആള് നല്ല സ്മാർട്ട് കുട്ടിയാണ്. ഞാൻ പ്രോഗ്രാമിന്റെ ഇടയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് അമികയുടെ ഇവിടുത്തെ എല്ലാ എക്സ്പീരിയൻസും. അമിക അതിന്റെ റിയാലിറ്റിയിൽ തന്നെയാണ് പറയുന്നത്. ആള് ഭയങ്കര ജോളി അടിച്ച് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു ക്യാമ്പസിലുള്ള കോഴ്സുകളെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഒരാള് MBBS പഠിക്കാതെ തന്നെ ഡോക്ടറിനോടൊപ്പം നിൽക്കാനുള്ള കോഴ്സുകളൊക്കെയാണ് ചൂസ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഈ ഒരു കോളേജിൽ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.